ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡൈജഷൻ ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസ് എന്ന ചാപ്റ്ററിൻ്റെ അടുത്തൊരു പാർട്ടിലേക്കാണ്. ഡൈജഷൻ എന്നാൽ എന്താണ്, ഏതൊക്കെ തരത്തിലുള്ള ഡൈജഷൻ ഉണ്ട്, അപ്പോൾ ഈ ഒരു സെഷനിലൂടെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് എന്താണ് ഡൈജഷൻ എന്ന്. ഒന്നുകൂടി നോക്കാം. ദ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് കോംപ്ലക്സ് ഫുഡ് മെറ്റീരിയൽസ് ഇൻ ടു സിമ്പിൾ അബ്സോർബിൾ ഫോം. നമ്മൾ കഴിക്കുന്ന പലതരത്തിലുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള ഫുഡുണ്ട്. അപ്പോൾ ഇതിനെ നമ്മുടെ ശരീരം അതേപോലെയാണോ സ്വീകരിക്കുന്നത്? അല്ല, മറിച്ച് നമ്മൾ കഴിക്കുന്ന കോംപ്ലക്സ് ആയിട്ടുള്ള ഫുഡ് മെറ്റീരിയൽസിനെ ചെറിയ പാർട്ടിക്കിൾസ് ആക്കി മാറ്റി അതിൽ നിന്നും ആവശ്യമായ ഘടകങ്ങളെ നമ്മുടെ ശരീരം സ്വീകരിക്കുകയും ആവശ്യമില്ലാത്ത വേസ്റ്റ് മെറ്റീരിയലിനെ വിസർജ്യ വസ്തു അഥവാ എക്സ്ക്രീറ്ററി വേസ്റ്റസായി പുറന്തള്ളുകയും ചെയ്യുന്നു. അപ്പം ഡൈജഷൻ എന്നുള്ള ആ ഒരു ഡെഫിനിഷൻ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി ഡൈജഷൻ തന്നെ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് മെക്കാനിക്കൽ ഡൈജഷൻ, രണ്ട് കെമിക്കൽ ഡൈജഷൻ. അപ്പം നമുക്ക് നോക്കാം എന്താണ് മെക്കാനിക്കൽ ഡൈജഷൻ. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളെ ഹ്യൂമൻ ബോഡിയിൽ നടക്കുന്നത് എന്ത് ഡൈജഷനാണ്? മെക്കാനിക്കൽ ഡൈജഷനാണ്. അതായത് നമ്മൾ കഴിക്കുന്ന ആഹാരം എന്ന് പറയുന്നത് അപ്പോൾ ഹെവി ഫുഡ് ആയിക്കോട്ടെ, മീറ്റ് പോലത്തതോ അല്ലെന്നുണ്ടെങ്കിൽ സിമ്പിൾ ഫുഡായാലും എല്ലാം നമ്മുടെ ശരീരത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗം എന്ന് പറയുന്ന മൗത്തല്ലേ. അപ്പോൾ നമ്മൾ ഫുഡ് ഇൻടേക്ക് ചെയ്യുന്നതിലൂടെ മൗത്തിലൂടെ, മൗത്തിൽ നിന്ന് തന്നെ ഡൈജഷൻ ആരംഭിക്കുവാണ്. അപ്പം നമ്മൾ പലതരത്തിലുള്ള ടീത്ത് ഉണ്ടല്ലോ, നമുക്ക് മുമ്പ് പഠിച്ചിട്ടുണ്ടായിരിക്കാം. ഇൻസിസർ, കനൈൻ, പ്രീമോളാർ, മോളാർ എന്നൊക്കെ പറഞ്ഞിട്ട് വ്യത്യസ്ത തരത്തിലുള്ള ടീത്തുകൾ നമുക്കുണ്ട്. അപ്പം നമ്മൾ ഈ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടീത്തിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യും? ഈ ആഹാരത്തെ കടിച്ചു മുറിച്ച് ചെറിയ കണികകളാക്കി മാറ്റും. തുടർന്ന് ആ ആഹാരം ആമാശയത്തിലേക്ക് എത്തുന്നു. ആമാശയത്തിലാണെന്നുണ്ടെങ്കിൽ പ്രത്യേക തരത്തിലുള്ള മസിൽസ് ഉള്ളത് കൊണ്ട് തന്നെ ഈ വരുന്ന ആഹാരത്തിനെ ഒരു പേസ്റ്റിൻ്റെ രൂപത്തിലേക്കാക്കി മാറ്റുന്നുണ്ട്. അതേപോലെ തന്നെ ആ പേസ്റ്റ് പോലെ ആയ ഫുഡ് എങ്ങോട്ടേക്ക് പോകും? നമ്മുടെ ചെറുകുടലിലേക്കും പോകും. ചെറുകുടലിലും ഇത്തരത്തിൽ എന്ത് നടക്കുന്നുണ്ട്? കൺട്രാക്ഷൻസൊക്കെ നടക്കുന്നുണ്ട്. ശരീരത്തിന് ആവശ്യമായ ഘടകങ്ങളെല്ലാം അബ്സോർബ് ചെയ്യപ്പെടുന്ന ഏരിയയാണ് ഇത് സ്മോൾ ഇൻറ്റസ്റ്റൈൻ അഥവാ ചെറുകുടൽ എന്ന് പറയുന്നത്. ബാക്കി വരുന്ന വേസ്റ്റ് മെറ്റീരിയൽസ് എല്ലാം ഈ ലാർജ് ഇൻറ്റസ്റ്റൈൻ വഴിയാണ് പുറന്തള്ളപ്പെടുന്നത്. അപ്പോൾ നമുക്കത് പിന്നീട് പഠിക്കാം. ഇപ്പം നിലവിൽ മെക്കാനിക്കൽ ഡൈജഷൻ എന്താ നോക്കിക്കേ. ബ്രേക്ക് ഡൗൺ ഫുഡ് ഇൻ ടു സ്മോളർ പാർട്ടിക്കിൾ. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിനെ ചെറിയ പാർട്ടിക്കിൾസ് ആക്കി മാറ്റുന്നു. ഇതെങ്ങനെയാണ് പോസിബിൾ ആവുന്നത്? ബൈ ചൂയിങ് ദ ഫുഡ് വിത്ത് ദ ടീത്ത്. പല്ലുകൾ ഉപയോഗിച്ച് നമ്മൾ ചവച്ചരയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ടും ആൻഡ് ബൈ ദ സ്ട്രോങ് കൺട്രാക്ഷൻ ഓഫ് മസിൽസ് ഓഫ് സ്റ്റൊമക്ക് ആൻഡ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ. ചെറുകുടലിലെ ആയാലും ആമാശയത്തിലെ ആയാലും അവിടെയുള്ള മസിലുകളുടെ സ്ട്രോങ് ആയിട്ടുള്ള കൺട്രാക്ഷൻ, ഇങ്ങനെ ചുരുങ്ങൽ പോലത്തെ പ്രക്രിയകളുടെയൊക്കെ ഭാഗമായിട്ടാണ് നമ്മുടെ ആഹാരം എന്ത് ചെയ്യുന്നത്? ചെറിയ പാർട്ടിക്കിൾസ് ആക്കി മാറ്റപ്പെടുന്നത്. അപ്പോൾ ഇതാണ് മെക്കാനിക്കൽ ഡൈജഷൻ. ഇനി അടുത്തൊരു ടൈപ്പ് ഡൈജഷനാണ് കെമിക്കൽ ഡൈജഷൻ. ഇപ്പോൾ കെമിക്കൽ ഡൈജഷൻ എന്ന് പറയുമ്പോൾ സംതിങ് കെമിക്കലായിട്ടുള്ള എന്തോ വരുന്നുണ്ട് എന്ന് നമ്മൾ ഓർക്കുക. നോക്കിക്കേ, കോംപ്ലക്സ് ന്യൂട്രിയൻസ് ആർ ബ്രോക്ക് ഡൗൺ ഇൻ ടു സിമ്പിൾ അബ്സോർബിൾ ന്യൂട്രിയൻ. കോംപ്ലക്സ് ആയിട്ടുള്ള ന്യൂട്രിയൻ മെറ്റീരിയലിനെ ചെറു കണികകളാക്കി ഒപ്പം എങ്ങനെയാണ് അബ്സോർബ് ചെയ്യാൻ പാകത്തിനാക്കി മാറ്റപ്പെടുന്നു. എന്തിൻ്റെ ഫലമായിട്ട്? ബൈ ദ ആക്ഷൻ ഓഫ് എൻസൈംസ് ഇൻ ദ ഡൈജസ്റ്റീവ് ജ്യൂസസ്. ദഹനത്തിന് സഹായിക്കപ്പെടുന്ന, അതാണ് ഡൈജസ്റ്റീവ് ജ്യൂസസ്. അങ്ങനെയുള്ള ജ്യൂസസിനകത്തുള്ള എൻസൈമുകളുടെ പ്രവർത്തന ഫലമായിട്ട് കോംപ്ലക്സ് ആയിട്ടുള്ള ഫുഡ് മെറ്റീരിയൽസിനെ ചെറുതും അബ്സോർബ് ചെയ്യാൻ കഴിയുന്നതുമായ ഫോമിലേക്ക് മാറ്റപ്പെടുന്നതിനെയാണ് എന്ത് പറയുന്നത്? കെമിക്കൽ ഡൈജഷൻ എന്ന്. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. വിച്ച് ആർ ദ പാർട്സ് വെയർ മെക്കാനിക്കൽ ഡൈജഷൻ ടേക്സ് പ്ലേസ്. മെക്കാനിക്കൽ ഡൈജഷൻ നടക്കുന്നത് ഏതൊക്കെ ഭാഗങ്ങളിലൂടെയാണ്? അപ്പോൾ നമ്മുടെ ഡൈജഷൻ, ഇപ്പോൾ മനുഷ്യരുടെ കാര്യം എക്സാമ്പിളായിട്ട് എടുക്കാൻ പറഞ്ഞു. ഏതിൽ? മെക്കാനിക്കൽ ഡൈജഷനിൽ. അപ്പോൾ നമ്മൾ ഓർക്കുക, എവിടെ നിന്നാണ് ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഫസ്റ്റ് വൺ മൗത്തിൽ നിന്നാണ്, വായിൽ നിന്ന് ആരംഭിക്കുന്നു. തുടർന്ന് ഒരു കുഴൽ പോലെ സ്ട്രക്ചർ ഉണ്ട്, അതിനെ ഈസോഫാഗസ് എന്ന് പറയും. പിന്നീട് സ്റ്റൊമക്ക് അഥവാ ആമാശയം, പിന്നീട് അത് സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്കും ലാർജ് ഇൻറ്റസ്റ്റൈനിലേക്കും ഏറ്റവും ഒടുവിലായി ഏനസിലൂടെ വേസ്റ്റ് മെറ്റീരിയൽ പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നു. അപ്പം നമ്മൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അത് നമ്മൾ തുടർന്നുള്ള ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നതാണ് ബിഹൈൻഡ് റുമിനേഷൻ. അതായത് നമ്മൾ കണ്ടിട്ടില്ലേ പശു ആടൊക്കെ അയവിറക്കുന്നത്? അതെന്തിനു വേണ്ടിയിട്ട് അവർ അയവിറക്കുന്നത്? ദഹനം പൂർത്തിയാക്കുന്നത് അല്ലെങ്കിൽ ദഹന പ്രക്രിയ നന്നാകുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രൊസീജിയറാണ് ഈ അയവിറക്കുക എന്ന് പറയുന്നത്. ഹാവിൻറ്റ് യു നോട്ടീസ് ദ കൗസ് ച്യൂ കണ്ടിന്യൂസ്ലി ഈവൻ വൈൽ റെസ്റ്റിംഗ്. നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ പശുവൊക്കെ വെറുതെ ഇരിക്കുന്ന ടൈമിൽ ച്യൂയിങ് ചെയ്യുന്നത്, അതായത് ചുമ്മാ ചവയ്ക്കുന്നത്? അതെന്തിനു വേണ്ടിയിട്ടാണ്? അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. There are 4 chambers in the stomach of cows.
പശുവിൻ്റെ ആമാശയത്തിന് എത്ര അറകളുണ്ട്? 4. ആമാശയത്തിന് എത്ര അറകളുണ്ട്? 4. ഏതൊക്കെയാണ് അത്? ദേ ആർ റൂമൻ, റെറ്റിക്കുലം, ഒമാസം, അബോമാസം. അപ്പോൾ ഈ പറയുന്ന കൗവിൻ്റെ സ്റ്റൊമക്കിൻ്റെ 4 ഭാഗങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. റൂമനും, റെറ്റിക്കുലവും, ഒമാസവും, അബോമാസവും. ഈ പശുവൊക്കെ കൂടുതലായിട്ടും കഴിക്കുന്നത് എന്താണ്? ഈ പുല്ലൊക്കെയല്ലേ കൂടുതൽ കഴിക്കുന്നത്. അപ്പോൾ ഈ പുല്ല് അല്ലെങ്കിൽ ഗ്രീൻ പ്ലാന്റ്സിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന കണ്ടൻ്റാണ് സെല്ലുലോസും ഹെമി സെല്ലുലോസും ഒക്കെ. ദ കമ്പോണൻസ് ഇൻ ഫുഡ് ലൈക്ക് സെല്ലുലോസ്, ഹെമി സെല്ലുലോസ് എക്സെട്ര ആർ ബ്രോക്കൺ ഡൗൺ ബൈ ദ എൻസൈം പ്രൊഡ്യൂസ്ഡ് ബൈ മൈക്രോ ഓർഗാനിസം പ്രസൻറ്റ് ഇൻ ദ റൂമൻ ആൻഡ് റെറ്റിക്കുലം. നമ്മൾ ഫുഡ് കഴിക്കുന്നത് എന്തിനുണ്ടാ? എനർജി ന്യൂട്രിയൻസൊക്കെ കിട്ടാനല്ലേ. അപ്പോൾ അതേപോലെ ഈ പശുക്കൾക്കൊക്കെ ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസും മറ്റ് ഘടകങ്ങളൊക്കെ കിട്ടുന്ന ഏതിൽ നിന്നായിരിക്കും? അവർ കഴിക്കുന്ന ഫുഡായിട്ടുള്ള പ്ലാന്റ്സിൽ നിന്നായിരിക്കത്തില്ലേ. അപ്പോൾ ഇവർ കഴിക്കുന്ന പ്ലാന്റ്സിനകത്തുള്ള മെയിൻ ഘടകമാണ് സെല്ലുലോസും ഹെമി സെല്ലുലോസും എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനെയും ഈ പശുക്കളെ സംബന്ധിച്ചായാലും നേരത്തെ മനുഷ്യരുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ആ കഴിക്കുന്ന ഫുഡിനെ ചെറിയ പാർട്ടിക്കിൾസ് ആക്കി മാറ്റി അവരുടെ ശരീരത്തിന് ആവശ്യമായതിനെ അബ്സോർബ് ചെയ്യുകയും ആവശ്യമില്ലാത്തതിനെ എലിമിനേറ്റ് ചെയ്യുകയും വേണം, അല്ലേ? നമ്മൾ പിക്ചറിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പശുവിൻ്റെ ആമാശയത്തിൻ്റെ 4 അറകളും വ്യക്തമായി തന്നെ കാണാനായിട്ട് പറ്റും. ഇതിൽ തന്നെ റൂമൻ എന്നും റെറ്റിക്കുലം എന്നും പറയുന്ന 2 അറകളിൽ ചില മൈക്രോ ഓർഗാനിസംസ് എന്ന് വെച്ചാൽ എന്താ, നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് നമുക്ക് കാണാൻ പറ്റാത്തത്രയ്ക്ക് ചെറിയ ഓർഗാനിസംസ് അതെവിടെ അടങ്ങിയിട്ടുണ്ട്? ഈ റൂമനിലും റെറ്റിക്കുലത്തിനകത്തും ഉണ്ട്. അപ്പം ഈ മൈക്രോ ഓർഗാനിസംസ് ചില എൻസൈമുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടും. ഈ എൻസൈംസിന് എന്തിനുള്ള കഴിവുണ്ട്? ഇവർ കഴിക്കുന്ന ഫുഡിലൂടെ ഇവരുടെ ശരീരത്തിലേക്ക് എത്തപ്പെട്ട സെല്ലുലോസിനെയും ഹെമി സെല്ലുലോസിനെയും ചെറു കഷ്ണങ്ങളാക്കി ശരീരത്തിന് ആഗിരണം ചെയ്യാൻ പരുവത്തിലേക്ക് മാറ്റാനുള്ള കഴിവുണ്ട്. ഒപ്പം ഇവരുടെ ബോഡിയിൽ ആമാശയത്തിൽ കാണപ്പെടുന്ന റൂമൻ എന്ന് പറയുന്ന അറയിലേക്ക് താൽക്കാലികമായിട്ട് ഈ ആഹാരത്തിനെ എന്ത് ചെയ്യും? സ്റ്റോർ ചെയ്ത് വയ്ക്കും. ഈ ജീവികളിൽ ഡൈജഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് കൂടുതൽ ഇഫക്റ്റീവ് ആവുന്ന എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ താൽക്കാലികമായിട്ട് റൂമനിലേക്ക് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ആഹാരത്തെ ഇവർക്ക് തിരിച്ച് മൗത്തിലേക്ക് കൊണ്ടുവരാനുള്ള കഴിവുണ്ട്. ശേഷം ഇവരെന്ത് ചെയ്യും? വീണ്ടും ആ ആഹാരത്തെ ചവയ്ക്കും. ഇതാണ് നമ്മൾ പലപ്പോഴും പശു ആയാലും ആടായാലും ഒക്കെ അല്ലെങ്കിൽ ഗ്രേസിങ് ആനിമൽസ് മിക്കതും അയവിറക്കുന്നതായിട്ട് കാണുന്നത്. അപ്പം ഡൈജഷൻ അവിടെ എന്ത് ചെയ്യുക? കൂടുതൽ ഇഫക്റ്റീവ് ആവുകയാണ് ചെയ്യുന്നത്. അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് നമ്മൾ മനുഷ്യരുടെ ഡൈജഷനുമായി ബന്ധപ്പെട്ട പാർട്സും പ്രവർത്തനങ്ങളും ഒക്കെയാണ്. അപ്പം നമ്മൾ മനുഷ്യരിൽ ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഇനീഷ്യൽ പാർട്ട് എന്ന് പറയുന്നത് മൗത്താണ്. മൗത്തിൽ ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അതിനുശേഷം ഈസോഫാഗസ് എന്ന നീണ്ട കുഴൽ, തുടർന്ന് സ്റ്റൊമക്ക് ആമാശയം, പിന്നീട് സ്മോൾ ഇൻറ്റസ്റ്റൈൻ അഥവാ ചെറുകുടൽ, പിന്നീട് വൻകുടൽ അഥവാ ലാർജ് ഇൻറ്റസ്റ്റൈൻ. ഇത്രയുമാണ് പാർട്സ് ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റം അഥവാ ദഹന വ്യവസ്ഥയുടെ ഭാഗങ്ങളെന്ന് പറയുന്നത്. മൗത്തിൽ നമ്മളെ ഡൈജഷൻ ഹെൽപ്പ് ചെയ്യുന്ന ആളാരായിരിക്കും? ടീത്ത് അഥവാ പല്ലുകളാണ് ഫസ്റ്റ്. പിന്നെ ആരുണ്ട്? സലൈവ അഥവാ ഉമിനീരും ഉണ്ട്. നോക്കിക്കേ, ടീത്ത് ഹെൽപ്പ് ടു ബൈറ്റ് ഇൻ ടു പീസസ് ആൻഡ് ച്യൂ ദ ഫുഡ്. ടീത്ത് അഥവാ പല്ലുകളാണ് നമ്മൾ കഴിക്കുന്ന ആഹാരത്തെ ചെറിയ പീസസ് ആക്കി മാറ്റാനായിട്ട് സഹായിക്കുന്നത്. ടങ് ആൻഡ് സലൈവ ഹെൽപ്പ് ഇൻ ദ ച്യൂയിങ് പ്രോസസ്സ്. അപ്പോൾ നമ്മൾ ആ ചവച്ചരച്ച ഫുഡിനെ വിഴുങ്ങണ്ടേ, അപ്പോൾ അതിന് സഹായിക്കുന്നതാണ് ആരൊക്കെ? ടങ് അഥവാ നാക്കും, സലൈവ അഥവാ ഉമിനീരും. യു ഹാവ് അണ്ടർസ്റ്റുഡ് ദ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടീത്ത് ആൻഡ് ദെയർ ഫങ്ഷൻ. നിങ്ങൾ മുൻപത്തെ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടാവും വ്യത്യസ്ത തരത്തിലുള്ള പല്ലുകളും അതിൻ്റെ ഫങ്ഷനുകളും ഒക്കെ. ജസ്റ്റ് നമുക്കൊന്ന് റീകളക്ട് ചെയ്യാം. 4 തരത്തിലുള്ള പല്ലുകളാണ് നമുക്കുള്ളത്. 1 ഇൻസിസർ, 2 കനൈൻ, 3 പ്രീമോളാർ, 4 മോളാർ. അപ്പം ഈ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടീത്തിന് ഓരോന്നിനും ഓരോരോ ഫങ്ഷൻ ഉണ്ട്. അതിൻ്റെ ബേസിസിലാണ് നമ്മളെ ഇവർ തരംതിരിച്ച് വെച്ചിരിക്കുന്നത്. ഇതിൽ തന്നെ ഇൻസിസർ എന്ന് പറയുന്നത് ജസ്റ്റ് ഫുഡിനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, കട്ട് ചെയ്ത് ചെറിയ പാർട്ടിക്കിൾസ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻസിസർ ഉപയോഗിക്കുന്നത്. കനൈൻ എന്ന് പറഞ്ഞാൽ ആഹാരപദാർത്ഥങ്ങളെ കടിച്ച് കീറി മുറിക്കാൻ വേണ്ടിയിട്ട് കോമ്പല്ലെന്ന് പറയും, അതാണ് കനൈൻ. നമ്മൾ ഈ ആനിമൽസ് ആയിട്ടുള്ള സിംഹത്തിലും പുലിയിലും ഒക്കെ കാണപ്പെടുന്നത് കൂടുതലും ഈ കനൈനാണ്. പിന്നീട് വരുന്നതാണ് പ്രീമോളാറും മോളാറും. ഇത് രണ്ടിൻ്റെയും ഫങ്ഷൻ ചവച്ചരയ്ക്കുക എന്നുള്ളതാണ്. ആഹാരത്തെ ചവച്ചരയ്ക്കുക എന്നുള്ളതാണ് ആരുടെ ഫങ്ഷൻ? പ്രീമോളാറിൻ്റെയും മോളാറിൻ്റെയും. നമ്മൾ കടവായിൽ പല്ലെന്ന് പറയത്തില്ലേ, അതാണ് ഈ പ്രീമോളാറും മോളാറും ഉൾക്കൊള്ളുന്നത്. Although teeth differ in external structure, they have many similarities in internal structure. അപ്പം നമ്മൾ ഇൻസിസർ നോക്കിയാലും കനൈൻ നോക്കിയാലും പ്രീമോളാർ നോക്കിയാലും മോളാർ ആയാലും ഇവരെല്ലാം പുറമേക്ക് നോക്കുമ്പോൾ സ്ട്രക്ചർ അല്ലെങ്കിൽ ഘടനയിൽ വ്യത്യാസങ്ങളുണ്ട്. എന്നാൽ ഇവരുടെ ആന്തരിക ഘടന അല്ലെങ്കിൽ ഇൻറ്റേർണൽ സ്ട്രക്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ
ഒരുപാട് സിമിലാരിറ്റീസ് സാമ്യതകൾ ഉണ്ട്. നെക്സ്റ്റ് സ്ട്രക്ചർ ഓഫ് ടൂത്ത് നോക്കാം. ഒരു ടൂത്ത് എന്ന് പറയുമ്പോൾ 4 പ്രധാനപ്പെട്ട പാർട്ടാണുള്ളത്. ഒന്ന് ഇനാമൽ, സെക്കൻഡ് ഡെൻഡൈൻ, തേർഡ് പൾപ്പ് കാവിറ്റി, ഫോർത്ത് വൺ സിമെൻറ്റം. ഇനാമൽ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കട്ടി കൂടിയ ഭാഗമാണ് ഇനാമൽ, ദ ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ഇൻ ദ ഹ്യൂമൻ ബോഡി. ക്ലിയർ? ദ ഔട്ടർ കവറിങ് ഓഫ് ടൂത്ത്, നമ്മുടെ പല്ലിൻ്റെ ഏറ്റവും പുറമേക്കുള്ള കോട്ടിംഗ് ആണ് ഏത്? ഇനാമൽ. അടുത്ത പ്രത്യേകത എന്താണ്? നോൺ ലിവിങ്. ഇത് എന്തല്ല? ലിവിങ് അല്ല, നോൺ ലിവിങ് ആയിട്ടുള്ള ഒന്നാണ് ഇനാമൽ എന്ന് പറയുന്നത്. അപ്പോൾ 3 കാര്യങ്ങളാണ് ഇനാമലുമായി ബന്ധപ്പെട്ടുള്ളത്. ഒന്ന്, ദ ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ഇൻ ഹ്യൂമൻ ബോഡി, മനുഷ്യരിലെ ഏറ്റവും കട്ടി കൂടിയ ഭാഗമാണ്. അതേപോലെ തന്നെ ടൂത്തിനെ കവർ ചെയ്ത് കാണപ്പെടുന്ന ഔട്ടർ കവറിങ് ആണ് ഇനാമൽ. ഇത് എങ്ങനെയുള്ളതാണ്? നോൺ ലിവിങ് ആണ്. ഇനാമൽ എന്ന് പറയുന്നത് നോൺ ലിവിങ് ആണെങ്കിൽ സെക്കൻഡ് പാർട്ടായിട്ടുള്ള ഡെൻഡൈൻ എന്ന് പറയുന്നത് ഒരു ലിവിങ് ടിഷ്യൂ, ജീവനുള്ള ടിഷ്യൂ ആണ് ഡെൻഡൈൻ. ഇതെന്തിനു സഹായിക്കുന്നു? പല്ല് ഫോം ചെയ്യുന്നതിന്, ഉണ്ടാകുന്നതിനായിട്ട്, പുതുതായിട്ട് പല്ല് രൂപം കൊള്ളുന്നതിന് സഹായിക്കുന്ന വസ്തുവാണ് ഏത്? ഡെൻഡൈൻ. ടൂത്തിൻ്റെ ഏറ്റവും ഇന്നർ മോസ്റ്റ് ആയിട്ടുള്ള പാർട്ട്, ഏറ്റവും ഉള്ളിലായിട്ട് കാണപ്പെടുന്ന പാർട്ടാണ് പൾപ്പ് കാവിറ്റി എന്ന് പറയുന്നത്. അപ്പം പൾപ്പ് കാവിറ്റി നമ്മൾ ഇന്നർ മോസ്റ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ സോഫ്റ്റ് കണക്റ്റീവ് ടിഷ്യൂ, വളരെ മൃദുലമായിട്ടുള്ള എന്നാൽ കണക്റ്റീവ് ടിഷ്യൂസ് കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അതിനെ പൾപ്പ് എന്ന് പറയുന്നു. കോൾഡ് പൾപ്പ് ഈസ് സീൻ. ഒന്നുകൂടെ നോക്കാം. സോഫ്റ്റ് കണക്റ്റീവ് ടിഷ്യൂ കോൾഡ് പൾപ്പ് ഈസ് സീൻ. പൾപ്പ് കാവിറ്റി എന്ന് പറഞ്ഞാൽ ടൂത്തിൻ്റെ ഏറ്റവും ഇന്നർ മോസ്റ്റ് പാർട്ടാണ്. ഇവിടെ സോഫ്റ്റ് കണക്റ്റീവ് ടിഷ്യൂ ഉള്ള പൾപ്പ് കാണപ്പെടുന്നു. അപ്പോൾ പൾപ്പ് കാവിറ്റിയിലാണ് പൾപ്പ് കാണപ്പെടുന്നത് എന്ന് ഓർക്കുക. ഒപ്പം അവിടെ മറ്റെന്തൊക്കെ കാണപ്പെടുന്നുണ്ട്? ബ്ലഡ് വെസൽസും നെർവുകളും ഒഡൻഡോബ്ലാസ്റ്റ് സെല്ലുകളും കാണപ്പെടുന്നു. അപ്പോൾ ഒരു ഡൗട്ട് വരാം, എന്താ ഒഡൻഡോബ്ലാസ്റ്റ് സെല്ലെന്ന്? ഡെൻഡൈൻ ഫോമിങ് സെൽസ് ആണ് ഇത് ഒഡൻഡോബ്ലാസ്റ്റ് സെൽസ് എന്ന് പറയുന്നത്. 3 പാർട്ട് പറഞ്ഞു. ഇനാമൽ, ഡെൻഡൈൻ, പൾപ്പ് കാവിറ്റി. ഇത് ലാസ്റ്റ് വൺ സിമെൻറ്റം. നമ്മൾ സിമെൻറ്റ് എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നത്? എന്തെങ്കിലുമൊക്കെ ഫിക്സ് ചെയ്ത് വയ്ക്കാനല്ലേ? അപ്പോൾ അതേപോലെ തന്നെ സിമെൻറ്റം എന്ന് പറയുന്നത് കാൽസ്യം അടങ്ങിയിട്ടുള്ള ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണ്. ഇതെന്തിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? നമ്മുടെ ആ ഒരു ടൂത്ത്, പല്ലിനെ, ആ പല്ലിന് ഉറപ്പിച്ച് നിർത്തുന്ന ഒരു കുഴിയില്ലേ, അവിടെ ഉറപ്പിച്ച് നിർത്തുക എന്നുള്ളതാണ് സിമെൻറ്റത്തിൻ്റെ ഫങ്ഷൻ. ഗം അഥവാ മോണയുടെ കുഴികളിലകത്തേക്ക് ടൂത്തിനെ ഫിക്സ് ചെയ്ത് അല്ലെങ്കിൽ ഹോൾഡ് ചെയ്ത് നിർത്താനായിട്ട് സഹായിക്കുന്ന കാൽസ്യം അടങ്ങിയ കണക്റ്റീവ് ടിഷ്യൂവിനെ പറയുന്ന പേരാണ് സിമെൻറ്റം. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ സ്ട്രക്ചർ ഓഫ് ടൂത്ത് എന്ന് പറയുമ്പോൾ 4 പാർട്ടാണ് വരുന്നത്. ഇനാമൽ, ഡെൻഡൈൻ, പൾപ്പ് കാവിറ്റി, സിമെൻറ്റം. ഇനാമൽ എന്തായിരുന്നു? ഹ്യൂമൻ ബോഡിയിലെ ഏറ്റവും ഹാർഡസ്റ്റ് പാർട്ടാണ്, നോൺ ലിവിങ് ആണ്. ഇനാമൽ നോൺ ലിവിങ് ആണെങ്കിലും ഡെൻഡൈൻ എന്താണ്? ലിവിങ് ടിഷ്യൂ ആണ്. ഇത് ഉപയോഗിച്ചാണ് ടൂത്ത് ഫോം ചെയ്യുന്നതെന്ന് പറഞ്ഞു. പൾപ്പ് കാവിറ്റിയിൽ എന്തുണ്ട്? സോഫ്റ്റ് കണക്റ്റീവ് ടിഷ്യൂ ഉള്ള പൾപ്പുണ്ട്. ഒപ്പം ബ്ലഡ് വെസൽസും നെർവ്സും ഒഡൻഡോബ്ലാസ്റ്റ് സെല്ലുകളും ഉണ്ടെന്ന് പറഞ്ഞു. ടീത്തിൻ്റെ ഇന്നർ മോസ്റ്റ്, ഏറ്റവും ഉള്ളിലുള്ള പാർട്ടിനെ പറയുന്ന പേരാണ് പൾപ്പ്. മോണയുടെ സോക്കറ്റ് അഥവാ കുഴികളിൽ കറക്റ്റായിട്ട് ടൂത്തിനെ ഹോൾഡ് ചെയ്ത് നിർത്താൻ കഴിവുള്ള കാൽസ്യം അടങ്ങിയിട്ടുള്ള കണക്റ്റീവ് ടിഷ്യൂ ആണ് സിമെൻറ്റം. ഇത്രയുമാണ് ടൂത്തിൻ്റെ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ടുള്ളത്. തുടർന്ന് നമുക്ക് സ്റ്റൊമക്കിനെ കുറിച്ചും സ്മോൾ ഇൻറ്റസ്റ്റൈനും ലാർജ് ഇൻറ്റസ്റ്റൈനും ഡൈജഷനും ഒക്കെ പഠിക്കാനായിട്ടുണ്ട്. അതൊക്കെ നമുക്ക് വരും ക്ലാസ്സുകളിൽ പഠിക്കാം. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.